ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യ പൂജയ്ക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് റൂം പുറത്തു നിന്നും ലോക്ക് ആക്കിയ ശേഷമാണ് പോകുന്നത്. ഗോമതി ചേച്ചി റൂം ക്ലീൻ ആക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യം പൂജയെ ആദ്യയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ചേച്ചി വന്ന് മുട്ടിയാലും നീ കതക് ഒരിക്കലും തുറന്നു കൊടുക്കരുത് എന്ന് ആദ്യ പൂജയോട് പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ ഡ്രസ്സ് എടുത്തുകൊണ്ട് വരുന്ന ആ സമയത്താണ് ജീവൻ വഴിയിൽ വെച്ച് കാണുന്നത്. അങ്ങനെ ജീവന് നല്ല സംശയമുണ്ട് ആദ്യയെ. അങ്ങനെ ആദ്യയോട് ചോദിച്ചറിയുകയാണ്, നിനക്ക് തന്നെ പൂജ എവിടെയാണ് ഉള്ളത് എന്ന് അറിയാം, അതുകൊണ്ട് നീ മര്യാദക്ക് സത്യം പറഞ്ഞോ, പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയും. അതിന് പൂജ എവിടെയാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല, ഞാൻ പൂജയുടെ ക്ലാസ്മേറ്റ് ഒക്കെ തന്നെയാണ്, പൂജയുമായി സംസാരിക്കാറും ഒക്കെ തന്നെയുണ്ട്, പക്ഷെ അതിൽ കൂടുതലൊന്നും പൂജയെക്കുറിച്ച് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ആദ്യ വഴുതി മാറാൻ ശ്രമിക്കാൻ കേട്ടോ. അപ്പോഴൊക്കെ ജീവന് നല്ല സംശയം വരികയാണ്. ഇവനറിയാം എവിടെയാണ് പൂജയുള്ളത് എന്നുള്ളത്, ഇവൻ അത് മനഃപൂർവ്വം പറയാതിരിക്കുന്നതാണ് എന്നൊക്കെയാണ് കേട്ടോ ആദ്യയെക്കുറിച്ച് ജീവൻ മനസ്സിൽ ചിന്തിക്കുന്നത്. പൂജ ഏതോ ഒരു പയ്യന്റെ കൂടെ ഒളിച്ചോടി പോയിരിക്കുകയാണ് എന്നാണ് ജീവനും ഫാമിലിയും ഒക്കെ വിചാരിച്ചിട്ടുണ്ടാവുക. അതും ബാംഗ്ലൂരിലേക്കാണ് കടന്നിട്ടുള്ളത് എന്നൊക്കെയാണ് കേട്ടോ അവരുടെ മനസ്സിലുള്ളത്. അങ്ങനെ ആദ്യയോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് കേട്ടോ. അങ്ങനെ ജീവൻ പറയുന്നുണ്ട്, അവൾ എവിടെ പോയി ഒളിച്ചാലും അവളെ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. എൻ്റെ പെണ്ണാണ്, ഞാനും അവളും കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. വീട്ടുകാരൊക്കെ അതിനെല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കിയതാണ്. അതുകൊണ്ട് ഞാൻ അവളെ എവിടെ പോയാലും കണ്ടെത്തി അവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടുക തന്നെ ചെയ്യും. നീ അവളെ സംരക്ഷിക്കാൻ വേണ്ടി നോക്ക്, ഞാൻ അവളെ കണ്ടെത്താനും ശ്രമിക്കാം എന്നും പറഞ്ഞ് ജീവൻ വെല്ലുവിളിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ആദ്യ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ പോലീസുകാരുണ്ടാവും കേട്ടോ. അങ്ങനെ മുത്തശ്ശിയോട് പോലീസുകാരൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ആദ്യം ഒന്ന് പരിഭ്രമിക്കുകയാണ്. അങ്ങനെ ആദ്യയുടെ അടുത്താണെങ്കിലുള്ള ഡ്രസ്സും ഉണ്ടാവും. അപ്പോൾ ആദ്യ പെട്ടെന്ന് അങ്ങ് പേടിക്കുകയാണ്. ഇനിയിപ്പോൾ കവറെങ്ങാനും പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പെൺകുട്ടികളുടെ ഡ്രസ്സാണല്ലോ എന്ന് ചോദിച്ചാൽ ആകെ കുടുങ്ങിപ്പോവും. എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ പരിഭ്രമിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആദ്യം നേരെ പോലീസിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ബൈക്കിലുള്ള ഡ്രസ്സ് എടുക്കാതെയാണ് ആദ്യം ചെല്ലുന്നത്. അങ്ങനെ പോലീസുകാർ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് കേട്ടോ. അപ്പോൾ പോലീസിനോട് മുത്തശ്ശി പറയുന്നുണ്ട്, ഈ വീട്ടിലും ഒരു പോലീസ് ഉള്ള കാര്യം പറയുന്നുണ്ട്. അങ്ങനെ പോലീസിൻ്റെ പേര് ചോദിക്കുന്ന സമയത്താണ് ഉമാദത്തൻ്റെ പേര് പറയുന്നത് കേട്ടോ. ആ സമയത്ത് ആ CI സാറാണോ നിങ്ങളുടെ ബന്ധുവാണോ എന്നുള്ള കാര്യമൊക്കെ വന്ന പോലീസുകാർ ചോദിക്കുകയാണ്. പൂജയെ കാണാനില്ല എന്ന് പറഞ്ഞ് പൂജയുടെ രക്ഷിതാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പൂജയെ അറിയാവുന്ന എല്ലാ കുട്ടികളുടെ വീട്ടിലും ഞങ്ങൾ അന്വേഷിക്കാൻ ഇറങ്ങിയതാണ്. അതുകൊണ്ട് എന്തെങ്കിലും വിവരം കിട്ടിയാൽ നിങ്ങൾ ഉടനെ തന്നെ സ്റ്റേഷനിൽ വരേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ മുത്തശ്ശി ആദ്യയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്. എന്താണ് പ്രശ്നം, എന്താണ് ഉണ്ടായത് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ ആദ്യ പറയുകയാണ്, ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, പൂജ എന്നാണ് പേര്, അവളെ കാണാനില്ല, അതിന്റെ അന്വേഷണമാണ് മുത്തശ്ശി. അപ്പോൾ എല്ലാ ഫ്രണ്ട്സുകളുടെ വീട്ടിലും അന്വേഷിക്കുന്നുണ്ട്, അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടേക്കും വന്നത് എന്ന് പറയണേ. അപ്പം മുത്തശ്ശിക്ക് അതൊരു ആശ്വാസമാവുകയാണ്. ഞാൻ ആകെ പേടിച്ചു പോയി, ഇനി എന്ത് വയ്യാവലിയാണ് എന്ന് ഞാൻ കരുതി, നിന്നെ ചോദിച്ചിട്ടാണ് ഇവിടേക്ക് പോലീസുകാർ വന്നത്, ഞാനും കരുതി നീ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ഞാൻ ആകെ ചിന്തിച്ചു പോയി, അതാണ് ഞാൻ അവരോട് പറഞ്ഞത് ഇവിടെയും ഒരു പോലീസ് ഓഫീസർ ഉണ്ട് എന്നുള്ളത്, ദത്തനെ വിളിച്ച് കാര്യം എന്തായാലും പറയണം എന്നൊക്കെ മുത്തശ്ശി പറയുകയാണ്. അങ്ങനെ ആദ്യം നേരെ റൂമിലേക്ക് ചെന്ന് ഈ ഡ്രസ്സ് പൂജയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൂജയോട് കാര്യം പറയുകയാണ്, നിന്നെ കാണാത്തതിൻ്റെ പേരിൽ നിന്റെ അച്ഛനും അമ്മയും പരാതി കൊടുത്തിട്ടുണ്ട്, പോലീസുകാർ തലങ്ങും വിലങ്ങും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നീ ഏതോ ഒരു പയ്യൻ്റെ കൂടെ ഒളിച്ചോടി പോയിരിക്കുകയാണ്, അതും ബാംഗ്ലൂരിലേക്കാണ് പോയിരിക്കുന്നത് എന്നൊക്കെയാണ് അവർ കരുതി വെച്ചിട്ടുള്ളത്, എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ താമസിക്കുന്നത് അത്രയ്ക്ക് സേഫ് അല്ലല്ലോ എന്ന് പൂജ ചോദിക്കാൻ കേട്ടോ. നീ ഒന്ന് അടങ്ങ്, എന്തായാലും ഇവിടെ അങ്ങനെ പെട്ടെന്നൊന്നും അന്വേഷണവും സംശയവും വരാൻ സാധ്യതയില്ല, ഇവിടെ ആമി ചേച്ചിയുടെ ഭർത്താവ് ദത്തേട്ടൻ പോലീസ് ആയതുകൊണ്ട് തന്നെ ഇത്ര പെട്ടെന്നൊന്നും സംശയം വരാൻ സാധ്യതയില്ല, അതുകൊണ്ട് നീ ഒന്ന് സമാധാനപ്പെട്, ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തും എന്നൊക്കെ പറയട്ടോ. അപ്പോൾ പൂജ പറയുന്നുണ്ട്, പ്രസവം വരെ ഇവിടെ ഇങ്ങനെ താമസിക്കാൻ, അതും ഒളിവിൽ താമസിക്കാനൊന്നും കഴിയില്ല, എന്തെങ്കിലും പെട്ടെന്നൊരു വയ്യായിക വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആരുടെയും കണ്ണ് വെട്ടിച്ച് പുറത്തു പോവാനും കഴിയില്ല, അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ താമസിക്കുന്നത് റിസ്ക് ആണ്. ഞാനും ഷാനുവും കൂടി പോവാൻ വേണ്ടി തീരുമാനിച്ചത് സെബാൻ ഏർപ്പാടാക്കിയ സെബാന്റെ എസ്റ്റേറ്റിലേക്കാണ് ഞങ്ങൾ പോവാൻ വേണ്ടി തീരുമാനിച്ചത്, അവിടെ 1 വർഷം താമസിക്കാനാണ് ഞാനും ഷാനും സെബാനും കൂടി തീരുമാനിച്ചത്, സെബാന്റെ ലൂയിസ് അങ്കിൾ ഉള്ളത് കൊണ്ട് തന്നെ അയാൾ എല്ലാ കാര്യങ്ങളും സഹായത്തിനുണ്ടാവും എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ആദ്യം എന്നെ ആരും കാണാതെ ലൂയിസ് അങ്കിളിന്റെ അടുത്ത് എത്തിച്ചാൽ മതി, സെബാന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനുള്ള, ആ ലൂയിസ് അങ്കിളിന് കുറച്ച് ഗുണ്ടായിസം ഒക്കെ ഉള്ള ആളാണ്, അതുകൊണ്ട് പെട്ടെന്നൊന്നും എന്നെ അവിടെ വന്ന് ആർക്കും പിടിച്ചോണ്ട് പോവാനൊന്നും കഴിയില്ല, അതുകൊണ്ട് എന്നെ അവിടെ എത്തിച്ചാലും മതി ആദ്യം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ആ ലൂയിസ് അങ്കിളുടെ വീട്ടിലേക്ക് പോവാമെന്ന്
ആദിയും പൂജയും കൂടി തീരുമാനമെടുക്കുന്നുണ്ട്. പിന്നീട് ആദിയെ ജീവന്റെ സംശയപ്രകാരം തന്നെ ആദിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വിളിപ്പിക്കുന്നത്. അങ്ങനെ പൂജയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. നിങ്ങൾ അവസാനമായി പൂജയെ എവിടെ വെച്ചാണ് കണ്ടത് എന്നുള്ളതൊക്കെ ചോദിച്ചറിയുകയാണ് കേട്ടോ. അങ്ങനെ ജീവന്റെ സംശയപ്രകാരമാണ് ആദിയെ വിളിച്ച് ചോദ്യം ചെയ്യുന്നത്. പൂജ എൻ്റെ ക്ലാസ്മേറ്റ് ആണെങ്കിലും പൂജയെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് അറിയില്ല എന്ന് ആദി പറയട്ടോ. ആ സമയത്ത് പൂജയ്ക്ക് വല്ല കാമുകരും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അതും എനിക്കറിയില്ല, അങ്ങനെ ഒരു അടുപ്പമൊന്നും ഞങ്ങളൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല, പൂജയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ആദി പെട്ടെന്നങ്ങ് ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ആ സമയത്ത് ജീവൻ പിന്നെയും കണ്ടുമുട്ടുകയാണ്. എന്നിട്ട് ജീവന് നല്ല സംശയം വരിക തന്നെയാണ് വീണ്ടും ആദിയിൽ. അങ്ങനെ ജീവൻ കുറച്ച് ഗുണ്ടകളെയും കൂട്ടിയിട്ടാണ് കേട്ടോ ആദിയുടെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ ജീവനും ഗുണ്ടകളും കൂടി ആദിയെ പിടിച്ചോണ്ട് പോവുകയാണ്. എന്നിട്ട് പൂട്ടിയിട്ട് ഒരു വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. എന്നിട്ട് ആദിയുടെ കൈയും കാലൊക്കെ കെട്ടിയിട്ട ശേഷം ആദിയെ നന്നായിട്ട് തന്നെ ഇടിച്ചൊരു പരുവമാക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ ചോദ്യങ്ങളും പൂജയെക്കുറിച്ച് ചോദിക്കുമ്പോഴും ഒരക്ഷരം പോലും മിണ്ടാതെ അറിയില്ല എന്നുള്ള വാക്കിൽ തന്നെ ആദി ഉറച്ചു നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ജീവൻ തോറ്റു പോവുകയാണ്. അങ്ങനെ ജീവൻ പിന്നീട് ആദിയെ വിട്ടയക്കുകയാണ് കേട്ടോ. റോഡിൽ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ജീവനും ഗുണ്ടകളും ഉപേക്ഷിക്കുകയാണ്. അവിടെ നിന്നും ആദി വയ്യാത്ത ഒരു പരുവത്തിലാണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ എന്നിട്ട് മുത്തശ്ശിയും ഗോമതി ചേച്ചിയും കൂടി ആ ഒരു അവസ്ഥ കാണുമ്പോൾ പെട്ടെന്ന് പൊട്ടിക്കരയാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശിയാണ് ആദിക്ക് ചൂട് പിടിച്ചു കൊടുക്കുന്നത്. ആദിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് മുത്തശ്ശിയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തിനാണ് മഹാഭാവികൾ ഇങ്ങനെ എൻ്റെ മോനെ തല്ലിച്ചതച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ റൂമിലേക്ക് ആദി ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് കതക് കുറ്റിയിടുകയാണ്. അങ്ങനെ ആ സമയത്ത് പൂജ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരികയാണ് കേട്ടോ. എന്നിട്ട് പൂജയുമായി സംസാരിക്കുമ്പോൾ എന്തു പറ്റി ആദി, എന്താ നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ആദി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ പൂജയോട്. അങ്ങനെ ആദിയുടെ ഷർട്ടിൽ പൊന്തിച്ചു നോക്കുന്ന സമയത്ത് ജീവന്റെ ഗുണ്ടകളും ജീവനും കൂടി അടിച്ച് തല്ലി ചതച്ച ഒരു പരുവമാക്കിയതെല്ലാം തന്നെ പൂജ കാണുകയാണ്. അങ്ങനെ പൂജ പൊട്ടിക്കരയുകയാണ് കേട്ടോ. എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ആദി നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. സമയത്ത് പൂജയെ ആദി ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, എനിക്ക് വേദന ഒന്നുമില്ല എന്ന് പറയാണ്. അങ്ങനെ ജീവനാണ് ഇതെല്ലാം ചെയ്തത് എന്ന് അറിയുന്ന സമയത്ത് പൂജയ്ക്ക് വല്ലാത്ത ദേഷ്യവും വെറുപ്പും തോന്നുകയാണ് കേട്ടോ. അങ്ങനെ ജീവനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ആദി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജീവൻ ഒരു ശത്രു തന്നെയാണ്. അവൻ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനം കണ്ടിട്ടും നിന്റെ സ്വത്ത് കണ്ടിട്ടുമൊക്കെയാണ്. അവൻ പല ഉദ്ദേശങ്ങളും മനസ്സിൽ കരുതിയിട്ട് തന്നെയാണ് നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി അവൻ നോക്കുന്നത് എന്നൊക്കെ ജീവനെക്കുറിച്ച് ആദി പറയുകയാണ്. അപ്പോൾ പൂജ പറയുന്നുണ്ട്, എനിക്ക് ജീവേട്ടനെ കുറിച്ച് നന്നായിട്ട് തന്നെ അറിയാം. ജീവേട്ടൻ്റെ സ്വഭാവം അത്രയ്ക്ക് നല്ലതല്ല എന്നുള്ളതും എനിക്കറിയാം. എൻ്റെ അച്ഛനും അമ്മയും ജീവേട്ടനുമായിട്ടുള്ള കല്യാണിച്ച സമയത്ത് എനിക്ക് അവരോട് സത്യം തുറന്നു പറയാനും കഴിയില്ലല്ലോ. അവർക്ക് ജീവേട്ടനെയും ജീവേട്ടൻ്റെ അമ്മയെയും അച്ഛനെയും അത്രയ്ക്ക് വിശ്വാസമാണ്. അങ്ങനെ പൂജയുടെ കേസ് ഉമാദത്തിനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കുകയാണ്. അങ്ങനെ ഉമാദത്തിന് കേസ് ഏൽപ്പിക്കുകയാണ്. അയാളാവുമ്പോൾ അളിയനെ രക്ഷിക്കാനല്ലേ നോക്കൂ എന്ന് ജീവൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് പറയുന്നുണ്ട്, അതിന് സാധ്യതയില്ല, ആദിയും പൂജയും പ്രണയത്തിലൊന്നുമല്ലല്ലോ, അവന് പൂജ എവിടെയാണ് ഉള്ളത് എന്ന് അറിയാം. അപ്പോൾ ഉമാദത്തനാകുന്ന സമയത്ത് അളിയനായതുകൊണ്ട് തന്നെ അവർ തമ്മിൽ പരസ്പരം സംസാരിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഉമാദത്തന് പെട്ടെന്ന് തന്നെ പൂജ അപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന് കണ്ടെത്താനും കഴിയും. അതുകൊണ്ട് ദത്തനെ തന്നെ ഈ കേസ് ഏൽപ്പിക്കാമെന്ന് തീരുമാനിക്കാം കേട്ടോ. അങ്ങനെ ദത്തനെ ഈ കേസ് ഏൽപ്പിച്ച കാര്യം അറിയുകയാണ്. അങ്ങനെ പൂജയോട് ആദ്യം പറയുന്നുണ്ട്, നീ കേസ് ഏൽപ്പിച്ചത് കൊണ്ട് ഇനിയിപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്നത് സേഫ് അല്ല, അതുകൊണ്ട് നീ പറഞ്ഞതുപോലെ നമുക്ക് ലൂയിസ് അങ്കിളിന്റെ വീട്ടിലേക്ക് തന്നെ പോവാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ പൂജ ഇനി ലൂയിസ് അങ്കിളിന്റെ വീട്ടിലേക്ക് ആ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് പോവുകയാണ്. ലൂയിസ് അങ്കിൾ ആണെങ്കിൽ ഒരു ഫ്രോഡ് തന്നെ ആയിരിക്കും കേട്ടോ. പൂജയിൽ അയാൾക്കും അയാളുടെ കൂട്ടുകാരനും ഒരു കണ്ണ് തന്നെ ഉണ്ടായിരിക്കും.